ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കടകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. എന്നാൽ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ഉപയോഗിക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫെഡ് മൊബൈലിൻ്റെ ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു MPIN നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു ഫെഡ് മൊബൈൽ ആപ്പിൻ്റെ ഹോം പേജിലോട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് കാണാം സെൻഡ് മണി, BIM UPI, സ്കാൻ ആൻഡ് പേ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ താഴ്ഭാഗത്ത് കാണുന്ന ഈ ചെക്ക് ബോക്സിൽ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ മെസ്സേജ് ആപ്പ് നമുക്കിതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. നമുക്കിത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിൽ നിന്നും ഒരു SMS സെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടായിരിക്കണം. ആ നമ്പറിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. SMS സെൻഡ് ചെയ്യേണ്ടത് അവിടെ പ്രീഫിൽഡ് ആയിട്ട് വന്നിരിക്കും. നമ്മൾ ജസ്റ്റ് സെൻഡ് ബട്ടണിലൊന്ന് എൻ്റർ ചെയ്തുകൊണ്ട് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു മെസ്സേജ് സെൻഡ് ആകുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. SMS ഡെലിവറി സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ മെസ്സേജ് സക്സസ്ഫുൾ ആയിട്ട് സെൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യുന്നതിന് വേണ്ട പെർമിഷൻ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ നമുക്ക് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട QR കോഡ് ഇമേജ് നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നതിന് സൗകര്യത്തിന് വേണ്ടി എൻ്റെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു QR കോഡ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെയുള്ള ഗാലറി എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറി നമുക്കിതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അവിടുന്ന് നമുക്ക് വേണ്ട ഒരു QR കോഡ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ റിട്രീവ് ചെയ്ത് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട എമൗണ്ട്, എൻ്റർ എമൗണ്ട് എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെ കമൻസ് എന്നുള്ള ഭാഗത്ത് കമൻസ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാകുന്നതിന് വേണ്ട ഒരു കമൻസ് എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെൻഡ് മണി എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഇവിടുന്ന് നമുക്ക് പുതിയൊരു UPI ID ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ സജഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത UPI ID അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ മുകളിൽ അവൈലബിൾ എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. UPI ID ക്രിയേറ്റഡ്. അപ്പോൾ നമ്മുടെ UPI ID നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഏത് ബാങ്കാണ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൻ്റെയാണ്. അപ്പോൾ നമ്മളവിടെ ഫെഡറൽ ബാങ്ക് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ആഡഡ്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ UPI നമ്പർ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ വ്യത്യസ്തമായ ഓരോ UPI ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാ ആപ്പിലും പ്രത്യേകം UPI ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പുതിയൊരു UPI ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇതിനൊക്കെ പകരമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ ഒരു UPI ID ആയിട്ട് മാറ്റാനുള്ള സംവിധാനമാണ് UPI നമ്പർ എന്നുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് എനേബിൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ശേഷം ഇവിടുന്ന് നമ്മൾ സ്കാൻ ആൻഡ് പേ എന്നുള്ള ആ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു QR കോഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എൻ്റർ എമൗണ്ട് എന്നുള്ള ഭാഗത്ത് നമുക്ക് സെൻഡ് ചെയ്യേണ്ട എമൗണ്ട് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെൻഡ് മണി എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ട്രാൻസാക്ഷൻ റിവ്യൂ, നമ്മുടെ ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പേ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ നമ്മുടെ MPIN നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു MPIN ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ക്യാഷ് ഡെബിറ്റ് ആയി എന്നുള്ള മെസ്സേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏതൊരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.